iPhone 17 ഇറങ്ങിയത് കണ്ടു കാണുമല്ലോ. ഇപ്പൊ അത്യാവശ്യം ട്രെൻഡിങ് ആണ് സാധനം. China passes. iPhone 17 Pro. iPhone 17 Pro Max ഇന്ത്യയിൽ വാങ്ങിക്കാൻ വേണ്ടി ഏകദേശം 1.5 ലക്ഷത്തോളം രൂപയാണ്. എന്നിരുന്നാലും വർഷാവർഷം ഐഫോണിന്റെ സെയിൽസ് ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം 15 മില്യൺ ആണ് ആപ്പിൾ ഇന്ത്യയിൽ ടാർഗറ്റ് ചെയ്യുന്ന സെയിൽസ്. പക്ഷേ ഇന്ത്യയുടെ ഏവറേജ് മന്ത്ലി ഇൻകം ഇപ്പോഴും 30,000 രൂപയിൽ താഴെയാണ്. ഓർക്കണം, US-ന്റെയൊക്കെ ഏവറേജ് മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 3 മുതൽ 5 ലക്ഷം രൂപ വരെയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു ഐഫോൺ വാങ്ങിക്കുക എന്ന് പറയുന്നത് കീശ കീറാത്ത ഒരു ഡീല് തന്നെയാണ്. അപ്പോൾ മന്ത്ലി ഇൻകം കുറവുള്ള നമ്മൾ ഇന്ത്യക്കാർക്ക് ഇത്തരത്തിലുള്ള ഫോൺ വാങ്ങിക്കാനുള്ള പൈസ അത് എവിടെ നിന്നാണ് വരുന്നത്? നോക്കണ്ട, EMI തന്നെയാണ്. It's crazy, right? Airport lounges are overflowing because everyone has a credit card. 7 out of 10 iPhones in India are done on funding. Wow. ഫിനാൻസ് കമ്പനികളിൽ EMI ഇട്ട് ഫോൺ വാങ്ങിക്കുന്നവരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കണ്ടുമാനം കൂടിയിട്ടുണ്ട്. ഇൻഷുറൻസ്, SAP ഇൻവെസ്റ്റ്മെന്റുകൾ ഒന്നുമില്ലെങ്കിലും കൂടുതൽ പേർക്കും EMIs ഉണ്ട്. നിങ്ങളൊരു 10 പേരോട് ചോദിച്ചാൽ അതിൽ 8 പേർക്കും EMIs കാണും. എന്നാൽ 2 പേർക്ക് മാത്രമേ SAP അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കാണുകയുള്ളൂ. ഇനി ഈ ഐഫോണുകളുടെ റീസെയിൽ വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, എല്ലാ വർഷവും പുതിയ പുതിയ ഐഫോണുകൾ വരുന്നത് കൊണ്ട് തന്നെ 2 വർഷം കൊണ്ട് ഏകദേശം 2/3 വാല്യൂ ഡിപ്രീഷിയേറ്റ് ആകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് 1.5 ലക്ഷം രൂപ കൊടുത്ത് ഇന്ന് ഒരു ഐഫോൺ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഏകദേശം 50,000 രൂപ മാത്രമായിരിക്കും അതിന്റെ വാല്യൂ. അപ്പോൾ സ്റ്റാറ്റസിന്റെ പുറകെ മാത്രം പോകാതെ നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യുക. എനിവേ, നമ്മുടെ നാട്ടിൽ EMIs ഇല്ലാത്തവർ വളരെ കുറവായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ ടോട്ടൽ ഇൻകത്തിന്റെ 20 മുതൽ 25% നിങ്ങളുടെ മന്ത്ലി EMI ലിമിറ്റ് ചെയ്യുക. ഇനി അതല്ല, ഓൾറെഡി നിങ്ങളുടെ മന്ത്ലി ഇൻകത്തിന്റെ 30-40% നിങ്ങളുടെ EMI ആണ് പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബി വെരി കോഷ്യസ്. ഒരു EMI മുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങും താളം തെറ്റാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഫെസ്റ്റീവ് സെയിൽസിന്റെ ടൈമാണ്. സോ പ്ലീസ് ഡു പ്ലാൻ ബിഫോർ പർച്ചേസിംഗ്.